പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പതാലയേശമനിശം സഭുജരായ സജ്ജനങ്ങളെ, ഈ വരുന്ന മെയ് മാസം 9-ാം തീയതി മുതൽ ജൂൺ 6 വരെ പ്രത്യേകിച്ചും ഹൈന്ദവ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ നാം കാണുന്നതാണ് വൈശാഖ മാസം എന്ന പേരിൽ അറിയപ്പെടും, മാധവ മാസം എന്നും പറയും. ഇതിന്റെ പ്രത്യേകത എന്താണെങ്കിൽ, ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ യാതനകളെയും വേദനകളെയും മാറ്റാൻ 5000 വർഷങ്ങൾക്ക് മുൻപ് ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ളതാണ് ഈ വൈശാഖ മാസത്തിലെ ഈ ജപം, തപം, ധ്യാനം, പാരായണം. ഈ വൈശാഖ മാസത്ത് പ്രത്യേകിച്ചും ഗുരുവായൂർ നമുക്കറിയാം. കാരണം പ്രളയത്തിന് ശേഷം ഇന്ന് മലബാറിന്റെ എല്ലാ തീരങ്ങളിലും ഗോപികമാർ പൂജിച്ചിരുന്ന 11,008 വിഗ്രഹങ്ങളും കുന്തിദേവി പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളും ഇതെല്ലാം തന്നെ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് എല്ലാ ആ പശ്ചിമഘട്ടം ഉയർന്നു വന്നു. ആ വിഗ്രഹങ്ങളാണ് ഇന്ന് നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിലും കാണുന്നത്. ഗുരുവായൂരിലും അതിൽ നമുക്ക് ചിന്തിക്കാം എവിടെ നിന്നാണ് ഈ വിഗ്രഹങ്ങൾ ഇത്ര വന്നു. അതിൽ ഏറ്റവും പ്രധാനം ഗുരുവായൂർ കുന്തിദേവി പൂജിച്ചിരുന്ന വിഗ്രഹം എന്ന് പറയുന്നു. ഇപ്പൊ അമ്പലപ്പുഴ കൃഷ്ണനെ കാണാം, ഉടുപ്പിയിൽ കാണാം. ഇതൊക്കെ അന്നത്തെ കാലത്ത് ഗോപികമാരെല്ലാവരും തന്നെ കൃഷ്ണനെ പൂജിച്ചിരുന്നു. അങ്ങനെയുള്ള കൃഷ്ണന മാധവന്റെ മാസം ആഘോഷിക്കുന്നത് ഈ വരുന്ന മെയ് മാസം 9-ാം തീയതി മുതലാണ്. ഇത് ആഘോഷിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രാവിലെ സൂര്യോദയത്തിലൊരു 1.5 മണിക്കൂർ മുമ്പ് നമ്മൾ നേരത്തെ നീറ്റിട്ട് ഗംഗാ സ്നാനം ചെയ്യണം. ആ വൈശാഖ മാസത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ഗംഗാദേവി അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഗംഗാദേവി വൈശാഖ മാസത്തിൽ നമുക്കൊരു ഉണർവ് തരുമ്പോ നമ്മളിലുള്ള മനസ്സിന്റെ കൽമഷങ്ങളെ മാറ്റി, മനുഷ്യന്റെ ഈ ഭക്തി എന്ന് പറഞ്ഞ വെറുതെ 2 തരം ഭക്തിയ, സാധനാ ഭക്തിയുണ്ട്, ഒരു രാജാനുഗ ഭക്തിയുണ്ട്. ശരിക്കും ഭക്തി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ കൽമഷങ്ങളെ, കാമ, ക്രോധ, ലോഭ, മോഹ, മതം, ആശ്ചര്യം ഇതിനെ ഒഴിവാക്കിയിട്ട് ആ ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു ധ്യാനവും ജപവും പാരായണവും നാമജപവും എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഈ മാധവ മാസം. അത് ഈ വൈശാഖ മാസത്തില് പ്രത്യേകിച്ചും ഗുരുവായൂർ 4 സപ്താഹം നടക്കുന്നുണ്ട്. നിരവധി ക്ഷേത്രങ്ങളിലുണ്ട്, എല്ലാ മഹാക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ, ഇന്നത്തെ കലിയുഗത്തില് ഈ നമ്മുടെ ആയുസ്സൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, നമ്മുടെ മനസ്സിന്റെ അഹങ്കാരം കൂടി വരികയാണ്, അസൂയ കൂടി വരികയാണ്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലായി. അപ്പൊ ആ മനസ്സിലുണ്ടാകുന്ന ആ യാതനകളും വേദനകളെയും മാറ്റി മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഭക്തി വേണം. വൃന്ദാവനത്തിൽ പോയാൽ നമുക്ക് ഭക്തി അറിയാം. കാരണം എന്താ, വൃന്ദാവനത്തിലെ സഖിമാരേ നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവേ. 10 വയസ്സിലും 15 വയസ്സിനും ഇടയിലാണ് രാധയുടെ കല്യാണം എന്നത്. കാരണം രാധയെ പറ്റി ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം അത് രഹസ്യമാണ്. രഹസ്യമായതെല്ലാം ഭൂമിക്കിടയിലാണ്. ഇപ്പൊ പല ആൾക്കാർക്കും, കേരളത്തിലുള്ളവർക്കും തീരെ അറിയില്ല കേട്ടോ. നോർത്തിൽ പോണ ആൾക്കാർക്ക് കൂടുതൽ അറിയാം. വൃന്ദാവനത്തിലെ ഭക്തി കൂടാ ഇപ്പൊ കേരളത്തിൽ വ്യാപിച്ചു എന്ന് പറയാൻ കൂടിയാണ് ഞാൻ പറയുന്നത്. അതായത് ഭക്തി എന്ന് പറഞ്ഞാൽ വെറുതെ വേഷഭൂഷാദികളല്ല, മറ്റുള്ളവർ ദാനം ചെയ്യുക, എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അറിവറിഞ്ഞു കൊടുക്കുക. അങ്ങനെ ഭക്തിയുടെ ആ ഉന്നത തലത്തിലേക്ക് എത്താനുള്ള ഒരു വ്രതമാണ് വൈശാഖ മാസം നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോ രാവിലെ നേരത്തെ നീറ്റ് വൈകുന്നേരം വരെ നമ്മള് ഈശ്വര ഭജനം, അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് നമ്മളൊരു പരാതിയും പറയാണ്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ വൈശാഖ മാസം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇത് ലോകത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഒരു ദിവസം ഒരു പരാതിയെങ്കിലും നടവും. പരാതി ഇല്ലാണ്ട് ജീവിക്കണം. അപ്പൊ നമ്മൾ പറയൂ, ഞാൻ രാവിലെ കൊണ്ട് ബുദ്ധിമുട്ടി, ആരും അതൊരു പരാതിയാണ്. അത് പരാതി ഇല്ലാണ്ട് ജീവിച്ചിട്ട് മനസ്സിനെ ആ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കലിയുഗത്തില് നാമം ജപത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നാമം ജപം ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഉള്ളില് ആശ്ചര്യശക്തി മാറി.
അതായത് ഭാഗവതം പറയുമ്പോൾ അതാ കംസ മനസ്സിൽ നിന്നും കൃഷ്ണ മനസ്സിലേക്ക് എത്തണ. കൃഷ്ണ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കാരണം കൃഷ്ണൻ നകലില്ലാത്തൊരു ഭഗവാനാ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെതാ അത് കൃഷ്ണനെ പറ്റിയിട്ടാ. ആ ഭഗാരം ഭാഗവതം കൃഷ്ണനെ പറ്റിയിട്ടാ. ഭഗവത്ഗീത കൃഷ്ണനെ പറ്റിയിട്ടാണ്. എന്ന് പറഞ്ഞൊക്കെ കൃഷ്ണനെ പറ്റിയിട്ടാ. അപ്പൊ നിഴയില്ലാത്ത ഒറ്റ ഒരാളിൽ വരാ കൃഷ്ണന. ആ കൃഷ്ണന്റെ അന്തരാത്മാവാണ് രാധ. ആ രാധ രഹസ്യം അപ്പൊ സ്വർണം വലിയ വലിയ നവരത്നങ്ങളൊക്കെ ഭൂമിക്കടിയില്ല. കാരണം എന്താ? അത് ഗുഹ്യമായതാ. എന്ന മാതിരി ഈ രാധ ഗുഹ്യമായത് കൊണ്ട് പുരാണങ്ങളിലേ പറഞ്ഞിട്ടുള്ളൂ. അതായത് വേദങ്ങൾ ഉദ്ഘോഷിച്ചിട്ടുണ്ട്, നമ്മുടെ ഭാഗവതത്തിൽ ചിത്രീകരിച്ചിട്ടില്ല. അപ്പോ ആ ഭക്തിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഈ വൈശാഖ മാസത്തിൽ എല്ലാവരും തന്നെ മനസ്സിനെ ഏകാഗ്രതയാക്കി രാവിലെ നീട്ടിയിട്ട് സ്നാനം ചെയ്യണം, നിർബന്ധം. ജപം വേണം, തപം വേണം. ഇങ്ങനെ ഈ ജൂൺ മാസം 6 വരെയുള്ള ഈ വൈശാഖ മാസത്തെ വരവേൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പുതിയൊരു വഴിത്തിരിവായിരിക്കും. എല്ലാ മനസ്സിന്റെ വേദനകളിൽ മാറ്റാൻ സാധിക്കും. അപ്പൊ അതിന് എല്ലാവരും, പ്രത്യേകിച്ചും ഗുരുവായൂരെ സംബന്ധിച്ച് നമുക്കറിയാം, ഗുരുവായൂരപ്പൻ തന്നെയാണ് എല്ലാവരും കഴിയേണ്ടത്. ആ യഥാർത്ഥ ഭക്തിയിലേക്ക് എത്തിക്കാനുള്ള ഈ വൈശാഖ മാസത്തിലേക്ക് എല്ലാവരും പങ്കുചേരണം എന്നാണ് ഈ ഉള്ളവന് പറയാനുള്ളത്.